ഹായ് ഗ്രീൻ വേൾഡ് എന്നാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫൈക്കസ് ബെഞ്ചാമിന എന്ന് പറഞ്ഞ പ്ലാന്റ് എങ്ങനെ സ്റ്റെം പ്രൊപ്പോഗേഷൻ ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഇതൊരു സ്റ്റെമ്മ് ഇതേപോലത്തെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മണ്ണിൽ താഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റൂട്ട് വരും കേട്ടോ. അങ്ങനെ റൂട്ട് വന്ന് അങ്ങനെ ചെയ്ത ഈ പ്ലാന്റാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനൊരു മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ചട്ടിയിൽ വെറുതെ ഒന്ന് താഴ്ത്തി വെച്ചതായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് താഴ്ത്ത് വന്ന് അങ്ങനെയാണ് ഞാൻ അറിയണത് ഇതിൽ നിന്ന് നമുക്ക് പ്രൊപ്പോഗേഷൻ ചെയ്യാം എന്നുള്ളത് കേട്ടോ. അങ്ങനെ മാറ്റി ഞാനൊരു പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നൊരു പ്ലാന്റാണ്, അതേപോലെ ഈസി ടു കെയർ ആണ് കേട്ടോ. അപ്പോൾ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ ബോൺസായി പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റിയായിട്ട് ചെറിയ പ്ലാന്റായിട്ട് നമുക്ക് ഇങ്ങനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവരാം. അതല്ല നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നീളം വെച്ച് വലിയ മരമായി പോകുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇട്ടത്. അപ്പോൾ നമ്മളെപ്പോഴും മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ ഇത് വലിയ മരമായി പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ വളർച്ച കൂടും തോറും ഇതിൻ്റെ ചില്ലകളിൽ നിന്നും വേരുകൾ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും. നാര് പോലത്തെ ഒരു വേര് കേട്ടോ. അപ്പം ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഫൈക്കസ് ബെഞ്ചാമിന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.